മരുതൂര് മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്യവെച്ച് മരണത്തോടടുത്ത ടോണിയുടെ ജീവിതത്തെ തിരിച്ചുപിടിച്ച ഷെറിനെ ടോണി വീണ്ടും സ്നേഹിക്കുകയും അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. ഇന്നത്തെ കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബബിതയുടെ വഴിവിട്ട ഹോസ്റ്റൽ ജീവിതം വീണ്ടും ഒരു റിസോർട്ടിൽ ചെന്നെത്തി നിൽക്കുകയാണ്. ബബിതയ്ക്ക് സ്ഥലം നന്നേ ഇഷ്ടപ്പെട്ടു. മുൻവശം കായൽ, പിന്നിൽ തെങ്ങിൻ തോപ്പിനെ ചതുരക്കള്ളികളാക്കുന്ന ചെറിയ കനാലുകൾ, ഓരോ ചതുരക്കള്ളിയിലും ഹെറിറ്റേജ് റിസോർട്ടുകൾ, കനാലിൽ തുഴഞ്ഞു നടക്കാൻ കളിവള്ളങ്ങൾ. ഒരടിപൊളി പിക്നിക്കായിരുന്നു അത്. വൈകുന്നേരം കായലിൽ ബോട്ടിംഗ്. ഒരു റിസോർട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് സിദ്ധാർത്ഥൻ. പതിവ് പോലെ സോണിയയും താരയെയും ജീവനും സന്തോഷവും പിന്നെ ബബിതയും. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു സോണിയക്ക്. അവൾ ബബിതയെയും താരയെയും നിർബന്ധിച്ചു. ഓരോ റിസോർട്ടിനും പിന്നിൽ ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. 5 അടി വീതിയും 10 അടി നീളവും. സോണിയ ബബിതയെ നിർബന്ധിച്ച് ഇറക്കി. സോണിയ ഒരു ബിക്കിനിയാണ് അണിഞ്ഞിരുന്നത്. അവർക്കിടയിലേക്ക് സന്തോഷം സിദ്ധാർത്ഥനും വന്നിറങ്ങി. ആദ്യം അല്പം നാണക്കിടക്ക് തോന്നിയെങ്കിലും വെള്ളത്തിന് മീതിയുള്ള അഭ്യാസങ്ങളും വെള്ളത്തിനടിയിലെ കുസൃതികളും ബബിതയ്ക്ക് ഇഷ്ടമായി. കുളി കഴിഞ്ഞു വന്നപ്പോൾ ജീവനും താരയും കൂടി ബിയർ കുപ്പികൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ആദ്യം താരയുടെയും സിദ്ധാർത്ഥന്റെയും വീട്ടിൽ പോയപ്പോൾ ബബിത ബിയർ കഴിച്ചില്ലെങ്കിലും രണ്ടാമത്തെ യാത്രയിൽ അവൾ ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു. ആദ്യത്തെ തവണ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ വലിയ കുറ്റബോധവും വല്ലായ്മയുമായിരുന്നു ബബിതയ്ക്ക്. താൻ കളങ്കപ്പെട്ടുവെന്നും തന്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുവെന്നും അവൾ കരുതി. ജീവിതത്തിൽ വിലപിടിച്ചതെന്തോ നഷ്ടപ്പെട്ടതുപോലെ ദിവസങ്ങളോളം മ്ലാനതയിൽ മുങ്ങിയിരുന്ന അവളെ താരയും സോണിയയും ചേർന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സോണിയ അവളോട് പറഞ്ഞു, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് ഇതുവരെ കിട്ടാത്തത് പലതും കിട്ടി. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. ഒരു പുരുഷന്റെ സ്നേഹം, സാമീപ്യം, സ്പർശനം, ഇതിനൊന്നും നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അതിന് വിലയുണ്ടെങ്കിൽ നിനക്ക് വിലപിടിച്ചതെല്ലാം നഷ്ടപ്പെടുകയല്ല, കിട്ടുകയാണ് ചെയ്തത്. വലിയ നേട്ടമുണ്ടാകുമ്പോൾ, വിലപിടിച്ച സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ, വമ്പിച്ച ലോട്ടറി അടിക്കുമ്പോൾ ആരെങ്കിലും സങ്കടപ്പെട്ട് കരയോ? ബബിത ഇല്ലെന്ന് തലയാട്ടി. സിദ്ധാർത്ഥനെ നീ നിസാരമായിട്ടാണോ കാണുന്നത്, അതോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടാണോ? താര ചോദിച്ചു. വേണ്ടപ്പെട്ട ആളായിട്ട്, ബബിത പറഞ്ഞു. നിനക്ക് അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരാൾ തൊടുന്നതും കിസ് ചെയ്യുന്നതും സ്നേഹം പങ്കുവയ്ക്കുന്നതുമൊക്കെ എങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളാകും? അതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല മോളെ. അതൊക്കെ പഴഞ്ചൻ ചിന്താഗതികളാ. നമ്മൾ അവിടുന്നൊക്കെ ഒത്തിരി മുൻപോട്ട് വന്നു. നമ്മുടെ നാട്ടിലേ ഉള്ളൂ ആണും പെണ്ണും ഇങ്ങനെ സ്നേഹം അമർത്തിപ്പിടിച്ച് ആഗ്രഹങ്ങൾ അടക്കി വെച്ച് അവരുടെ ഏറ്റവും നല്ല കാലം ഇങ്ങനെ ആർക്കും ഉപകാരമില്ലാതെ നീറ്റിക്കളയുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടമുള്ളവർക്ക് തമ്മിൽ സ്നേഹിക്കാനും സ്നേഹം പങ്കിടാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയാണെങ്കിലോ നമ്മളൊക്കെ മൂത്ത് മുരടിച്ച് കഴിയുമ്പം ഏതെങ്കിലും ഒരു കോന്തൻ വന്ന് കഴുത്തിലൊരു താലി കിട്ടും. പിന്നെ അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അവന്റെ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ അമ്മയുടെ പോരും സഹിച്ച് ആർക്കു വേണ്ടിയാ? ബബിതയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇത്രയൊക്കെ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തവണ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഒരു ഉല്ലാസയാത്ര കഴിച്ചു കൂട്ടിയിട്ട് മടങ്ങുമ്പോൾ ബബിതയുടെ മനസ്സിൽ കുറ്റബോധം ഒന്നും ശേഷിച്ചിരുന്നില്ല. മാത്രമല്ല, ജീവിതം ആർത്തുല്ലസിക്കേണ്ടതാണെന്ന് അവൾക്ക് തോന്നുകയും ചെയ്തു. കായലിൽ നിന്നും വീശി വരുന്ന കാറ്റിന് നേർക്ക് മുടി ചികഞ്ഞു കൊടുത്ത് അവൾ കുറച്ചു നേരം റിസോർട്ടിന്റെ വരാന്തയിൽ നിന്നു. കായലിന് അങ്ങേക്കരയിലെ ഇരുണ്ട തിരുത്തിനപ്പുറം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? താര ചോദിച്ചു. വാ, നമുക്ക് അകത്തേക്ക് പോകാം. താര അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വലിയ ഗോബ്ലറ്റുകളിൽ ബിയർ നിറച്ചു വെച്ചിരുന്നു. ഉദ്ഘാടനം ചെയ്തില്ലേ? ബബിത ചോദിച്ചു. നീ വരാഞ്ഞിട്ടാ ചെയ്യാഞ്ഞേ. സിദ്ധാർത്ഥൻ ഒരു ഗോബ്ലറ്റ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അയാൾ മറ്റൊരെണ്ണം എടുത്ത് അവളുടേതുമായി കൂട്ടിമുട്ടിച്ചു. തുടർന്ന് മറ്റുള്ളവരും അത് അനുകരിച്ചു. ചിയേഴ്സ്. പാനോപചാരം ഭംഗിയായി. അല്പം കഴിഞ്ഞപ്പോൾ ഭക്ഷണമെത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥന് ഒരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. കുറെ കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥനെ കാണാഞ്ഞ് ബബിത സിറ്റൗട്ടിലിറങ്ങി നോക്കി. സിദ്ധാർത്ഥൻ കായലിൽ നിന്നുള്ള കനാലിനരികെ നിൽപ്പുണ്ടായിരുന്നു. കനാലിനിപ്പുറത്ത് 2 പേർ നിൽപ്പുണ്ട്. ബബിത വിളിച്ചപ്പോൾ സിദ്ധാർത്ഥൻ തിരികെ വന്നു. ആരാ അത് സിദ്ധേട്ടാ? എൻ്റെ പരിചയക്കാരാ, അപ്പുറത്തെ റിസോർട്ടിലെ അവര്. സിദ്ധാർത്ഥൻ എങ്ങനെയാ അവരെ കണ്ടത്? ഞാൻ ഫോൺ ചെയ്തോണ്ട് നിന്നപ്പം കൈതട്ടി വിളിച്ചു. ചെന്ന് നോക്കിയപ്പോഴാ മനസ്സിലായത്. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമാണോ? ഏയ്, ഒരു കുഴപ്പവുമില്ല. അവൻ ഭക്ഷണ മേശയിൽ തിരിച്ചെത്തി.
ആഹാരം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും ബബിതയ്ക്ക് ഒരു മയക്കം അനുഭവപ്പെട്ടു. ബിയറ് കഴിച്ചിട്ടായിരിക്കും, സോണിയ പറഞ്ഞു. ഞാൻ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ, തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. വാ, കുറച്ചു നേരം കിടന്നാ മതി, സിദ്ധാർത്ഥൻ അവളെ വിളിച്ചു. എന്നിട്ട് സിദ്ധാർത്ഥൻ അവളെ ഒരു ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കിടക്കയിൽ ചായ്ച്ചു കിടത്തി. എന്തു പറ്റിയത് എനിക്ക്? ബബിത സിദ്ധാർത്ഥനോട് ചോദിച്ചു. അവൾ പാതിയടഞ്ഞ മിഴികളിലൂടെ സിദ്ധാർത്ഥനെ നോക്കി. സാരമില്ല, മാറിക്കോളൂ, സിദ്ധാർത്ഥൻ പറഞ്ഞു. അത് കേട്ടതോടെ അവളുടെ മിഴികൾ അല്പം കൂടി അടഞ്ഞു. സിദ്ധാർത്ഥൻ അല്പനേരം കാത്തിരുന്നു. പിന്നെ ബബിതയുടെ കവിളത്ത് പിടിച്ച് കുലുക്കി വിളിച്ചു. കഴുത്തിനു പിന്നിൽ താങ്ങിപ്പിടിച്ച് അല്പം ഉയർത്തിയിട്ട് ബെഡിലേക്കിട്ടു. ബബിത ഒന്ന് ഞെരുങ്ങി. പിന്നെ അനക്കമൊന്നുമില്ല. അയാൾ മുറിവിട്ടിറങ്ങി. മറ്റുള്ളവർ കാത്തിരിക്കുകയാണ്. മയങ്ങിയോ? സോണിയ ചോദിച്ചു. ഓക്കെ, നീ വാ എൻ്റെ കൂടെ. അയാൾ സോണിയയും കൂട്ടി പുറത്തേക്കിറങ്ങി. കനാലിനു മീതെയുള്ള ചെറിയ പാലം കടന്ന് അടുത്ത റിസോർട്ടിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും മറ്റൊരാളെയും കൂട്ടി തിരിച്ചു വന്നു. അയാൾക്ക് ബബിതയുടെ മുറി കാട്ടിക്കൊടുത്ത ശേഷം താരയെയും ജീവനെയും സന്തോഷിനെയും വിളിച്ച് തൊട്ടടുത്ത കിടക്കറയിലേക്ക് നീങ്ങി. തല പൊട്ടിപ്പിളരുന്ന വേദനയോടെയാണ് ബബിത കണ്ണു തുറന്നത്. ആദ്യം അവൾക്ക് താൻ എവിടെയാണെന്ന് പോലും ഓർമ്മ വന്നില്ല. കടുത്ത ദേഹവേദനയും തലവേദനയും അനുഭവപ്പെട്ടു. ബെഡ്റൂമിൽ ഫാൻസി ബൾബിന്റെ വെളിച്ചമുണ്ടായിരുന്നു. ബബിത പലതവണ കണ്ണു ചിമ്മി. ആരുടെയോ തലക്കടിയിലാണ് തന്റെ കൈയുള്ളത്. അത് മരവിച്ചു പോയിരിക്കുന്നു. അവൾ കൈ വലിച്ചെടുത്തിട്ട് പതിയെ എഴുന്നേറ്റിരുന്നു. ബെഡിൽ കമഴ്ന്നു കിടക്കുന്നത് സിദ്ധാർത്ഥനില്ലെന്ന് കണ്ടതും അവളുടെ നെഞ്ചിൽ ഒരിടിമിന്നൽ കത്തിക്കയറി. തടിച്ചു വെളുത്ത ഒരു മധ്യവയസ്കൻ, കഴുത്തിൽ സ്വർണ്ണച്ചങ്ങല പോലത്തെ മാല, നഗ്നമായ കുടവയർ. ബബിത ഒരു നിമിഷം ഞെട്ടിത്തരിച്ചിരുന്നു. പിന്നെ വസ്ത്രങ്ങൾ വാരി ചുറ്റിക്കൊണ്ട് പിടഞ്ഞെണീറ്റു. ഈശ്വര, അവളുടെ ഹൃദയം അലമുറയിട്ടു. എന്തൊക്കെയാണ് സംഭവിച്ചത്? സിദ്ധേട്ടൻ എവിടെ? പേടിച്ചരണ്ട് അവൾ വാതിൽക്കലേക്ക് ഓടി. തലവേദനയും ദേഹവേദനയുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആവിയായി. വാതിൽ തുറന്ന് ഊണുമുറിയിൽ കടന്ന ശേഷം അവൾ അടഞ്ഞുകിടന്ന ഒരു ബെഡ്റൂമിന്റെ വാതിലിൽ തുടരെ ഇടിച്ചു. സിദ്ധാർത്ഥനെ അലറി വിളിച്ചു. ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. മുറിയിൽ 0 വാട്ട് ബെഡ് ലാമ്പിന്റെ വെളിച്ചമുണ്ടായിരുന്നു. ബബിതയുണ്ടാക്കിയ ബഹളം കേട്ട് താരയുടെ വയറ്റത്തിന്ന് തലപൊക്കി നോക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ. താര അപ്പോഴും ഉറക്കമാണ്. അവളുടെ തൊട്ടപ്പുറത്ത് സന്തോഷ് കിടന്നുറങ്ങുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പകച്ച് പാതി വായ തുറന്ന് കണ്ണുകൾ മേടിച്ച് നിൽക്കുകയാണ് ബബിത. കണ്ണിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശബ്ദവും ശ്വാസവുമില്ല. സിദ്ധാർത്ഥൻ ലൈറ്റിട്ടു. ബബിതയുടെ അടുത്തേക്ക് വന്നു. അവൾ ഭീതിയോടെ അയാളെ നോക്കി. പിന്നെ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടാൻ ഭാവിച്ചു. സിദ്ധാർത്ഥൻ കടന്നു പിടിച്ച് അവളുടെ വായ് പൊത്തി. ബബിത സർവ്വശക്തിയും എടുത്ത് കുതറി. സന്തോഷം താരയും അപ്പോഴേക്കും ഉണർന്നു. ബബിത ഭ്രാന്ത് പിടിച്ച പോലെ കുതറിപ്പിടഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സിദ്ധാർത്ഥൻ കൈവീശി അവളുടെ മുഖമടച്ച് ഒരടിയടിച്ചു. ബബിത വേച്ച് ചെന്ന് ഭിത്തിയിലേക്ക് ചാരി. അവളുടെ മൂക്കിലൂടെ ഒരു ചോരച്ചാൽ ഒഴുകി വന്നു. സിദ്ധാർത്ഥ് ബബിതയുടെ മുഖത്തിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ കണ്ടത് തന്നെയാണടി സത്യം. താര എൻ്റെ സഹോദരിയല്ല. ഞാൻ സിദ്ധാർത്ഥനുമല്ല. നമ്മൾ ആദ്യം പോയ വീട് ഞങ്ങളുടെ വീടുമല്ല. അയാൾ ടീപ്പോലിരുന്ന മൊബൈൽ എടുത്തു കൊണ്ടുവന്ന് അതിലെ ചില ബട്ടണുകൾ പ്രസ് ചെയ്തു. അത് ബബിതയുടെ മുഖത്തിന് നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണു തുറന്നു കണ്ടോ, നിന്റെ അഭ്യാസങ്ങൾ മുഴുവൻ ഇതിലുണ്ട്. ഇന്നത്തെ മാത്രമല്ല, ഇതിനു മുൻപത്തേതും. ഞങ്ങളെ കേസിൽ കൊടുക്കാമെന്നൊന്നും വിചാരിച്ചേക്കരുത്. നീ 18 വയസ്സ് തികയാത്തവളെന്നല്ലോ. പൂർണ്ണ സമ്മതത്തോടെയാണ് നീ ഞങ്ങളോടൊപ്പം ഓരോ തവണയും ഇറങ്ങിത്തിരിച്ചത്. തെളിവുണ്ട് ഞങ്ങളെടുത്ത്. ബബിത പൊടുന്നനെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ശബ്ദിക്കരുത്. അയാൾ അവളുടെ കണ്ണിന് നേർക്ക് വിരൽ ചൂണ്ടി. പറയുന്നതനുസരിക്കുക, ഇല്ലെങ്കിൽ ഈ വീഡിയോസ് ലോകത്തെ സകല മൊബൈലുകളിലും പകർച്ചവ്യാധി പോലെ പടരും. ബബിത അതോടെ വായ്പൂട്ടി കരച്ചിലടക്കി. കിച്ചൺ സ്ലാബിൽ ഇരിക്കുകയായിരുന്നു അലീനയുടെ ഫോൺ. പൗലോസാണ് എടുത്തുകൊണ്ടുപോയി കൊടുത്തത്. ഇതാ, ഇത് കുറെ നേരമായി അവിടെ ഇരുന്ന് ചിലക്കണ്, അയാൾ പറഞ്ഞു. മനുശങ്കറിന്റെ 3 മിസ് കോൾ അവൾ കണ്ടു. അലീന ഉടൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ അലീന, നീ എവിടെയാ? എത്ര തവണ വിളിച്ചു? മനുവിന്റെ പരിഭ്രാന്തമായ ശബ്ദം. എന്താ മനുവേട്ടാ? അലീന, ബബിത സൂയിസൈഡ് ചെയ്തു. വളരെ സീരിയസ് ആണെന്നാ കേട്ടെ. അവളിപ്പോ എറണാകുളത്തൊരു ആശുപത്രിയിലാ. മനു പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും അലീന കേട്ടില്ല. അവളുടെ കാതിൽ അതിവിദൂരവും ഭയാനകവുമായ ഒരു മുഴക്കം മാത്രം ശേഷിച്ചു. സ്റ്റാൻലി കാറോടിച്ചു കൊണ്ടിരിക്കുകയാണ്. അലീന ഇപ്പുറത്തെ സീറ്റിൽ കടുത്ത മാനസിക സംഘർഷത്തിൽപ്പെട്ട് ഉറഞ്ഞിരിക്കുകയാണ്. അലീന, ഇപ്പോഴാണെങ്കിൽ വലിയ ട്രാഫിക് ഇല്ല, നിനക്ക് സ്റ്റിയറിംഗ് പിടിക്കാം, അയാൾ അവളോട് പറഞ്ഞു. വേണ്ട പപ്പ, കുറച്ചുകൂടി വേഗം വിട്ടാൽ മതി. അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. സ്പീഡ് കൂടുതൽ കുറയ്ക്കാൻ പറയാറുള്ളവളാണ്. ഇപ്പോൾ അവൾക്ക് സ്പീഡ് പോരാ.
തൻ്റെ മകൾ എന്തിനാണ് ഇത്രയധികം ഉദ്വേഗപരിധിയാകുന്നതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാകുന്നില്ല. ബാലചന്ദ്രമേനോന്റെ മകൾ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ കുറ്റമല്ലല്ലോ. ആത്മഹത്യാശ്രമം അബദ്ധമോ അപകടമോ അല്ല, മറിച്ച് അജ്ഞതയും അഹങ്കാരവുമാണ്. ബബിത ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ മാത്രമേ തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ അലീന ധൃതി കൂട്ടിയത് സ്റ്റാൻലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്തു ചെയ്യാനാണ്? നീയല്ലല്ലോ പ്രധാന ഡോക്ടർ എന്ന് സ്റ്റാൻലി നീരസത്തോടെ ചോദിക്കുകയും ചെയ്തു. ഔതക്കുട്ടിച്ചായന്റെ കൂടി പ്രേരണയ്ക്ക് വഴങ്ങിയാണ് സ്റ്റാൻലി ഉടൻ കാറെടുത്ത് പുറപ്പെടാൻ തയ്യാറായത് തന്നെ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം സ്റ്റാൻലി നേരെ മാമച്ചന്റെ വീട്ടിലേക്കാണ് കാർ വിട്ടത്. അലീന ചോദിച്ചേക്കാവുന്ന ചോദ്യത്തിന് അയാൾ മുൻകൂർ മറുപടിയും പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ല. അവിടെ വന്ന് ചുറ്റിത്തിരിയാനും വയ്യ. മാമച്ചന്റെ വീട്ടിൽ ചെന്നിട്ട് നീ ആരെങ്കിലും കൂട്ടിനെ വിളിച്ചോണ്ട് പോയിക്കോ. അലീന യാത്രയ്ക്കിടയിൽ തന്നെ ഫോൺ ചെയ്ത് രേവതിക്കുട്ടിയെ വിവരം അറിയിച്ചിരുന്നു. സ്റ്റാൻലിയും അലീനയും എത്തിയപ്പോൾ അവൾ PVSലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. സ്റ്റാൻലി വന്നു ചേർന്നതിനാൽ മാമച്ചൻ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഡ്രൈവർ ജോസിനെ അവരോടൊപ്പം അയച്ചു. അലീനയും രേവതിക്കുട്ടിയും ഹോസ്പിറ്റലിലെത്തി. കൊല്ലപ്പള്ളിയിൽ നിന്ന് ശിവശങ്കര മേനോനും കടപ്പാട്ടൂരിൽ നിന്ന് വൈജയന്തിയും ബാലേന്ദ്ര മേനോനും രോഹിത്തും കൃഷ്ണജിയുമെല്ലാം എത്തിച്ചേർന്നിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽ ഒരത്യാപത്ത് സംഭവിച്ചിരിക്കുന്ന ആ അവസ്ഥയിലും വൈജയന്തി അലീനയെ കണ്ടയുടൻ മുഖം തിരിച്ചു കളഞ്ഞു. അലീനയെ കണ്ടതും കൃഷ്ണജ നിറമിഴികളോടെ അവളുടെ അടുത്തേക്ക് വന്നു. അലീന ഒന്നും മിണ്ടാതെ ഇടതുകരം കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ബാലേന്ദ്രമേനോൻ ഒരു ലേഡി ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് നീണ്ട ഇടനാഴിയുടെ മധ്യഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു കസേരയിലിരുന്ന രോഹിത്ത് അലീനയെ കണ്ട് എഴുന്നേറ്റ് വന്നു. അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചേച്ചി എങ്ങനെയാ അറിഞ്ഞത്? മനുവേട്ടൻ വിളിച്ചു പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് മോനെ അവൾക്ക്? ഒന്നും പറയാറായിട്ടില്ലെന്ന ഡോക്ടേഴ്സ് പറയുന്നത്. അവന്റെ തൊണ്ട ഇടറി. തിയേറ്ററില്ല, കാണാൻ പോലും പറ്റിയില്ല ഞങ്ങൾക്ക്. എന്താ മോനെ സംഭവിച്ചത്? ബബിത എന്തോ വിഷമെടുത്ത് കഴിച്ചു ചേച്ചി. കീടനാശിനി കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയി ഹോസ്റ്റൽ റൂമിൽ വെച്ച് കഴിച്ചെന്നാ കേട്ടെ. അവർ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവളിങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ എന്താ കാരണമെന്നറിയോ? ഇല്ല, ആരോട് ചോദിക്കും? കോളേജിൽ നിന്ന് ഹോസ്റ്റൽ വാർഡൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല. പിന്നെ കുറച്ചു മുൻപ് വരെ അവളുടെ ക്ലാസ്മേറ്റ്സ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു. നേരം വൈകിയപ്പോൾ അവരും പോയി. പെൺകുട്ടികളല്ലേ. എപ്പോഴാ ഇതൊക്കെ സംഭവിച്ചത്? അലീന ചോദിച്ചു. രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞ് അവളിന്ന് ക്ലാസ് പോയില്ല. ഉച്ചയ്ക്ക് ഹോസ്റ്റൽ റൂമിന്റെ മുൻപിലെ വരാന്തയിൽ കൂടി നടന്നു പോയവർ ബബിതയുടെ റൂമേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ റൂമിൽ നിന്ന് വല്ലാത്തൊരു നാറ്റം വരുന്നുണ്ടെന്ന്. കീടനാശിനിയുടെ ആയിരുന്നു അത്. റൂമേഴ്സ് ഒന്ന് നോക്കുമ്പോൾ ഛർദ്ദിച്ച് ബോധമില്ലാതെ നിലത്ത് കിടന്ന് ഞരങ്ങുന്നുണ്ട്. അപ്പോഴെങ്കിലും കണ്ടതുകൊണ്ട് ജീവനോടെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു മോനെ, നിന്റെ ഫോൺ എവിടെ? എടുത്തില്ല ചേച്ചി. അറിഞ്ഞ ഉടനെ ചാടി ഇറങ്ങി പോന്നതല്ലേ, ഫോൺ എടുക്കാൻ മറന്നു. ശരി, നീ സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഒന്നും സംഭവിക്കില്ല. മനസ്സുകൊണ്ട് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. അലീന കൃഷ്ണജയുടെ തോളത്തിൽ നിന്ന് കൈയെടുക്കാതെ കൊണ്ട് നടന്നു. കൃഷ്ണജയ്ക്ക് കൂടെ കൂടെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രമേനോൻ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീന ഒന്നും സംസാരിച്ചില്ല. സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മുഴുവൻ അയാളുടെ മുഖത്തു നിന്നും തിരിച്ചറിയാമായിരുന്നു. അലീനയോട് ഒറ്റയ്ക്കാണ് വന്നത് എന്ന് മാത്രം അയാൾ ചോദിച്ചു. ഉത്തരം പ്രതീക്ഷിക്കുന്ന ചോദ്യമായിരുന്നില്ല അത്. അവൾ ഉത്തരം പറഞ്ഞുമില്ല. കഠിനമായ ഹൃദയവ്യതയാൽ അയാൾ സ്വയം മറന്ന് എന്തു ചെയ്യണമെന്നറിയാതെ പലപ്പോഴും പകച്ചു നിൽക്കുന്നത് അലീന കണ്ടു. നഴ്സ് കൊണ്ടുവന്നു കൊടുത്ത ഒരു കുറിപ്പും വാങ്ങി ബാലേന്ദ്രമേനോൻ ഫാർമസിയിലേക്ക് പോയപ്പോൾ അലീനയും കൂടെ പോയി. സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടയിൽ അയാൾ പകച്ചു നിന്ന് ഒരു നിമിഷം അലീനയെ നോക്കി. നിന്നോടെന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ബബിതയോ? നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു സൂചന? ഇല്ലച്ചാ, അവൾ കുറേ മാസങ്ങളായിട്ട് എന്നെ വിളിക്കാറില്ലായിരുന്നു. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല. എന്താ മോളെ അവൾക്ക് സംഭവിച്ചത്? ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ എങ്ങനെ തോന്നി? ആരുമില്ലായിരുന്നു അവൾക്ക്. അച്ഛനെയും അമ്മയും ഓർക്കണ്ട. നിന്നോടും രോഹിത്തിനോടും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നോ? ബാലേന്ദ്രമേനോന്റെ കണ്ടമിടറി. അയാൾ ചുമരിലേക്ക് ചാരി നിന്നു. അച്ഛൻ ഇങ്ങനെ തളരരുത്. അലീന അയാളുടെ കരം ഗ്രഹിച്ചു. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്നാലും എന്തെങ്കിലും കാണാണ്ടിരിക്കില്ലല്ലോ മോളെ. ബാലേന്ദ്രമേനോന്റെ സ്വരം വിറച്ചു. അച്ഛൻ വാ. അലീന ബാലേന്ദ്രന്റെ കൈ പിടിച്ച് വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങി. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിൽ ഏൽപ്പിച്ചു. ഇനി അച്ഛൻ എവിടെയെങ്കിലും പോയിരുന്ന് വിശ്രമിക്ക്. ഇതെല്ലാം രോഹിത്ത് ചെയ്തോളും. അവനല്ലേ ഓടി നടക്കുന്ന പ്രായം. അലീന അയാളെ വിശ്രമ സ്ഥലത്ത് കൊണ്ടുചെന്നിരുത്തി. എന്നിട്ട് രോഹിത്തിനെ ചുമതലകൾ ഏൽപ്പിച്ചു. സഹായത്തിന് രേവതിക്കുട്ടിയെയും ചുമതലപ്പെടുത്തി.
അലീന കൃഷ്ണമോളെയും കൂട്ടി നഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിനിപ്പുറം കോറിഡോറിൽ നിന്ന് ഇടയ്ക്കിടെ അവൾ നഴ്സുമാരോട് ബബിതയുടെ അവസ്ഥയെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു. അലീനയോടുള്ള അന്ധമായ വിരോധം നിമിത്തം വൈജയന്തി ഇടനായിലൊരിടത്ത് ഒറ്റപ്പെട്ടു മാറി നിന്നു. ബാലചന്ദ്ര മേനോനും രോഹിത്തും കൃഷ്ണജിയും അലീനയുടെ അടുത്ത് ചെല്ലുന്നതും അവളോട് സംസാരിക്കുന്നതും വൈജയന്തിയുടെ ഉള്ളിൽ കോപം വർദ്ധിച്ചു. തൻ്റെ മകൾ ഐസിയുവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണല്ലോ എന്നോർത്ത് അവൾ തൽക്കാലം അടങ്ങി നിന്നു. രേവതിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനായി രാത്രിയിൽ മാമച്ചനും ഗ്രേസമ്മയും കൂടി വന്നു. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഉറക്കം വിളിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മേനോന്റെ കുട്ടികൾ ഞങ്ങളോടൊപ്പം പോരട്ടെ, ഇവിടെ അടുത്താണ് വീട്, 5 മിനിറ്റ് മതി, മാമച്ചൻ ബാലേന്ദ്ര മേനോനോട് പറഞ്ഞു. അലീന കൂടി നിർബന്ധിച്ചപ്പോൾ രോഹിത്തും കൃഷ്ണജിയും മാമച്ചന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ബാലേന്ദ്ര മേനോൻ സമ്മതിച്ചു. ഗ്രേസമ്മ വൈജയന്തിയെ സമീപിച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു. പക്ഷെ വൈജയന്തി അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. അലീനയുടെ കെയർ ഓഫിലുള്ള ഒരു സൗജന്യവും തനിക്ക് വേണ്ടെന്ന് വൈജയന്തി ഉറപ്പിച്ചു വെച്ചിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.